എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഒക്ടോബർ 21 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഉടൻ പ്രഖ്യാപിക്കും. ഒക്ടോബർ മാസത്തെ ഒരു മാസത്തെ പെൻഷനാണ് വിതരണം ഉണ്ടാവുക. പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള തുക നാളെ കടമെടുക്കാനുള്ള സാധ്യതയുണ്ട്. നാളെ ചൊവ്വാഴ്ചയാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്ര ലേലം നടക്കും. അപ്പോൾ നാളെ തുക എടുക്കുകയാണ് എങ്കിൽ 23 തീയതിക്ക് ശേഷം 23 തീയതിയോ 24 തീയതിയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും 27 തീയതി കയ്യിലേക്കും വിതരണം ആരംഭിക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ചില അറിയിപ്പുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടുമെന്ന് 2 ആഴ്ചക്ക് മുമ്പ് സംസ്ഥാനത്തെ വിവിധ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രമുഖ വാർത്താ ചാനലുകൾ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്നത് ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാർട്ടുകളാണ്. 2 ആഴ്ചക്ക് മുമ്പ് ഇവർ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് 400 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് 2000-ലേക്ക് എത്തിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നതായിട്ടുള്ള വാർത്തകൾ വന്നു. അതായത് ധനമന്ത്രി ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ക്ഷേമ പെൻഷൻ കൂട്ടില്ല, പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് വർദ്ധിപ്പിക്കില്ല, ഉള്ളത് കുടിശ്ശികയടക്കം നൽകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പുതുതായി വീണ്ടും പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ട് വിവിധ വാർത്താ ചാനലുകൾ എല്ലാ ബുള്ളറ്റിനുകളിലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർത്തകൾ ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ ആലോചന. 200 രൂപ കൂട്ടി പ്രതിമാസം 1800 രൂപയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ധനവകുപ്പ് സജീവമായിട്ട് പരിഗണിക്കുന്നത്. പെൻഷൻ വർധനവ് അടക്കം നിരവധി ക്ഷേമ പ്രഖ്യാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള പിറവി ദിനത്തിൽ, അതായത് നവംബർ 1 തീയതി തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതാണ് ക്ഷേമ പെൻഷൻ. ഘട്ടം ഘട്ടമായി 2500 രൂപയാക്കും എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക വാഗ്ദാനമായിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അവസാനമായിട്ട് പെൻഷൻ കൂട്ടിയത്. 2021-ലാണത് പെൻഷൻ 1600 രൂപയാക്കിയിട്ടാണ് അന്ന് വർദ്ധിപ്പിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പിന്നീട് വർധനവൊന്നും ഉണ്ടായില്ല. ഒന്നിന് പുറകെ ഒന്നായി 2 തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെയാണ് പെൻഷൻ കൂട്ടുമെന്ന പ്രഖ്യാപനത്തിന് ധനവകുപ്പ് ഒരുക്കം നടത്തുന്നത്. 200 രൂപയെങ്കിലും കൂട്ടി പെൻഷൻ 1800 രൂപയാക്കാനാണ് നിർദ്ദേശം. വകുപ്പ് സജീവമായി ഇത് പരിഗണിക്കുന്നുണ്ട്. ഇതോടൊപ്പം 1 മാസത്തെ കുടിശ്ശിക തീർത്ത് കൊടുക്കാനുള്ള തീരുമാനവും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും DA കുടിശ്ശികയിലും ആശാവർക്കർമാരുടെ ഓണറേറിയം വർധനയിലും എല്ലാം നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത് എന്നാണ് സൂചന എന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടത് സർവീസ് സംഘടനകൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. ഇത് സർക്കാർ നീക്കം മുന്നിൽ കണ്ടാണ് എന്നുള്ള സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പറയുന്നതല്ല, പത്രങ്ങളിൽ ഇന്ന് വന്നിട്ടുള്ള വാർത്താ മാധ്യമങ്ങളിൽ ഇന്ന് വന്നിട്ടുള്ള വാർത്തയാണ്. അത് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. എത്രത്തോളം ഇത് കൂട്ടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് 2 ആഴ്ചക്ക് മുമ്പ് 400 രൂപ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞത്. പിന്നീട് അത് മാറ്റി പറയുകയുണ്ടായി. ഇപ്പോൾ ഇത് വീണ്ടും 200 രൂപ കൂട്ടി 1800-ലേക്ക് എത്തിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നവംബർ 1 തീയതി വരെ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം. അതിന് മുമ്പ് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും. 24 തീയതി 1600 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും 27 തീയതി കയ്യിലേക്കും എത്തുന്ന രൂപത്തിലുള്ള വിതരണമാണ് ഉണ്ടാകുക. അത് വിതരണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത പെൻഷനും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കുടിശ്ശികയടക്കം 2 മാസത്തെ പെൻഷൻ പ്രഖ്യാപിക്കും. ഈ 2 ഘട്ടങ്ങളിലായിട്ട് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് പെൻഷൻ പ്രഖ്യാപിക്കുക. 4800 രൂപയായിരിക്കും 3 മാസത്തെ, അതായത് ഒരു കുടിശ്ശികയും നവംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷനും അടക്കം. അത് 3200 ആണോ അതോ 200 രൂപ വീതം കൂട്ടി 3600 ആണോ ലഭിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. മറ്റൊന്ന്, BSNL 1 രൂപ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BSNL സിം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 1 രൂപ നൽകി ഇപ്പോൾ സിം എടുക്കുകയാണ് എങ്കിൽ 1 മാസത്തെ അൺലിമിറ്റഡ് കോളും എല്ലാ ദിവസവും 2 GB ഡാറ്റയും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, വെള്ളമടിച്ചാൽ ഇനി 2 ദിവസം വാഹനം ഓടിക്കാൻ പാടില്ല. മദ്യപിച്ചതിന്റെ അടുത്ത ദിവസം വണ്ടി ഓടിച്ച് പിടിക്കപ്പെടുമ്പോൾ പരിശോധനയിൽ
രക്തത്തിൽ 50 മില്ലിയിൽ കൂടുതൽ മദ്യത്തിന്റെ അളവ് കണ്ടെത്തുകയാണ് എങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതാണ്. ഇത്തരത്തിൽ കൊച്ചിയിൽ 1121 പേരുടെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. 437 പേരുടെ ലൈസൻസ് മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിൽ നേരത്തെ റദ്ദാക്കിയിരുന്നു. പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള നോർക്ക കെയർ ഏറ്റെടുത്ത് പ്രവാസി കുടുംബങ്ങൾ. രാജ്യത്തെയും വിദേശത്തെയും പ്രവാസി കേരളീയർ എന്നിവരിൽ നിന്നും മികച്ച പ്രതികരണമാണ് പദ്ധതിക്ക് ലഭിച്ചത്. ഇതുവരെ 25,000-ലധികം ആളുകൾ ഇൻഷുറൻസ് എടുത്തു. പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി ഒക്ടോബർ 30 വരെ നീട്ടിയിട്ടുണ്ട്. നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ www.norcaroots.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചോ നോർക്ക കെയർ എന്ന മൊബൈൽ ആപ്പ് മുഖേനയോ സാധുവായിട്ടുള്ള നോർക്ക പ്രവാസി ID, സ്റ്റുഡൻസ് ID, NRK ID കാർഡുകൾ ഉള്ള പ്രവാസികൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നോർക്ക കെയർ മൊബൈൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരു കുടുംബത്തിലെ, അതായത് ഭാര്യ, ഭർത്താവ്, 25 വയസ്സിന് താഴെയുള്ള 2 കുട്ടികൾ എന്നിവർ അടങ്ങുന്ന ഒരു കുടുംബത്തിന് 13,411 രൂപയാണ് പ്രീമിയം തുക വേണ്ടത്. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതാണ് നോർക്ക കെയർ പദ്ധതി. നവംബർ 1 മുതൽ നോർക്ക കെയർ പരിരക്ഷ പ്രവാസികൾക്ക് ലഭ്യമാകും. കേരളത്തിലെ 500-ലധികം ആശുപത്രികളിലും രാജ്യത്തെ 16,000-ഓളം ആശുപത്രികളിലും പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. GCC രാജ്യങ്ങളിലെ ആശുപത്രികളിലേക്ക് കൂടി ഭാവിയിൽ പദ്ധതിയിൽ കൊണ്ടുവരാനാണ് പദ്ധതി. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ശക്തി കൂടിയിട്ടുള്ള ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ കേരള തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വൈകുന്നേരങ്ങളിലാണ് മഴ ശക്തമാകുന്നത്. ശക്തമായിട്ടുള്ള കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുണ്ട്. മറ്റൊന്ന് PM കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, PM കിസാൻ സമ്മാൻ നിധി ദീപാവലിക്ക് മുമ്പ് ലഭിക്കില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ദീപാവലിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി ബീഹാർ ഇലക്ഷന് മുമ്പാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ബീഹാർ ഇലക്ഷൻ നടക്കുന്നത് നവംബർ ആദ്യ ആഴ്ചയിലാണ്. അപ്പോൾ നവംബർ മാസത്തിൽ 1-2 തീയതികളിൽ ഇതിന്റെ വിതരണം ഉണ്ടായേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതും ഉറപ്പിക്കാനാവാത്ത കാര്യമാണ്. അതിലില്ല എങ്കിൽ പിന്നെ നവംബർ അവസാനത്തോട് കൂടിയിട്ടേ ആ ഒരു തുക ലഭിക്കുകയുള്ളൂ. PM കിസാൻ വാങ്ങുന്ന ആളുകൾ, KYC ചെയ്യാത്ത ആളുകൾ KYC ചെയ്യുക. അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാത്തവർ അത് ചെയ്യുക. ആധാർ CD നടത്താത്തവർ അത് ചെയ്യുക. ഏറ്റവും അവസാനമായിട്ട് ആധാർ കാർഡ് ഉപയോഗിച്ചെടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക എന്നുള്ളത് കൊണ്ട് തന്നെ ആധാർ CD നടക്കാത്തത് കൊണ്ടാണ് തുക എത്താത്തത് എങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 200 രൂപയും ഒരു ഫോട്ടോയും ഉണ്ട് എങ്കിൽ ആർക്കും പോസ്റ്റ് ഓഫീസിൽ നിന്നും അക്കൗണ്ട് എടുക്കാൻ കഴിയും. എങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി ആ തുക ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, അഗ്നിസാർക്ക് കർഷക രജിസ്ട്രേഷൻ അത് നിർബന്ധമായിട്ടും ചെയ്യണം. ഭാവിയിൽ അല്ലെങ്കിൽ PM കിസാൻ സമ്മാൻ നിധി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഉജ്ജൽ യോജന പദ്ധതിയിലേക്കുള്ള അപേക്ഷ വീണ്ടും ക്ഷണിക്കുകയാണ്. 25 ലക്ഷത്തോളം ആളുകൾക്ക് രാജ്യത്ത് ഈ ഒരു സൗജന്യ ഗ്യാസ് കണക്ഷനും സിലിണ്ടറുകളും അതുപോലെ തന്നെ സ്റ്റൗവും വിതരണം ചെയ്യും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊരു ദീപാവലി സമ്മാനമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു. അത് നമ്മുടെ സംസ്ഥാനത്ത് 2.5 ലക്ഷത്തോളം ആളുകൾക്കാണ് ലഭിക്കുക. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷ ഉടൻ അതായത് ഗ്യാസ് ഏജൻസികളിലൂടെ ആരംഭിക്കുന്നതാണ്. അപ്പൊ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത BPL കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓരോ ഗ്യാസ് ഏജൻസിയുടെയും മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയും ഉജ്ജൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന്, ഈ മാസത്തെ റേഷൻ വിതരണം ഇനി 10 ദിവസമാണ് അവശേഷിക്കുന്നത്. ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ചൊവ്വാഴ്ച മുതൽ അത് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് ഒഴിവുകൾ BPL ലിസ്റ്റിൽ വന്നത് 3 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ റേഷൻ വാങ്ങാത്തതുകൊണ്ട് മുൻഗണനാ ലിസ്റ്റിൽ നിന്നും ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സപ്ലൈകോയിൽ നിന്നും വിഹിതങ്ങൾ കൂടുതൽ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. അതായത് സ്ത്രീകൾക്ക്
1-ാം തീയതി മുതൽ 10% ഇളവ് സപ്ലൈകോയിൽ ലഭിക്കും എന്നതാണ്. സബ്സിഡി ഇതര സാധനങ്ങൾക്കാണ് ഈ ഇളവ് ലഭിക്കുക. നിലവിൽ സപ്ലൈകോയിൽ നൽകി വരുന്ന ഇളവിന് പുറമെയായിരിക്കും 10% കൂടി ഇളവ് ലഭിക്കുക എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, 20 കിലോ അരി 25 രൂപ നിരക്കിൽ വിവിധ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അത് തുടർന്നും ലഭിക്കുമെന്നും ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൈപ്പറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. 13 സബ്സിഡി സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും.